നിങ്ങൾ വാട്സാപ്പ് ബിസിനസ്സിൽ നിന്ന് വാട്സാപ്പ് മെസ്സഞ്ചർ അതായത് സാധാരണ വാട്സാപ്പിലേക്ക് മാറാൻ നോക്കുന്ന ആളാണോ? നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസ്സിലുള്ള ചാറ്റുകളും കോൺടാക്റ്റുകളും വാട്സാപ്പ് മെസ്സഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസ്സിലുള്ള നിങ്ങൾക്ക് വിലപ്പെട്ട ചാറ്റുകളും കോൺടാക്റ്റുകളും ഒന്നുപോലും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാകും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫോണിലുള്ള വാട്സാപ്പ് ബിസിനസിന്റെ ബാക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നോർമൽ വാട്സാപ്പിലേക്ക് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്തെടുക്കാം എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് എൻ്റെ വാട്സാപ്പ് ബിസിനസ്സിലുള്ള ചാറ്റുകളാണ്. ഈ ചാറ്റുകളാണ് ഞാൻ വാട്സാപ്പ് മെസ്സഞ്ചറിലേക്ക് അതായത് സാധാരണ വാട്സാപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വാട്സാപ്പ് ബിസിനസിന്റെ മുകളിൽ വലതുവശത്തായി കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സിൽ ചാറ്റ്സ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ചാറ്റ്സ് എന്ന ഓപ്ഷനിൽ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. ഇനി വാട്സാപ്പ് ബിസിനസിന്റെ പുതിയ ബാക്കപ്പ് എടുക്കുന്നതിന് വേണ്ടി ഈ മുകളിൽ തന്നെ കാണുന്ന ബാക്കപ്പ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ ബാക്കപ്പ് പ്രോസസ്സിംഗ് 100% ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ബാക്കപ്പ് 100% ആയതിനു ശേഷം വാട്സാപ്പ് ബിസിനസ് ക്ലോസ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോൺ സ്റ്റോറേജ് അതായത് ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്താൽ ഒരുപാട് ഫോൾഡറുകൾ ഇതുപോലെ കാണാം. അതിൽ ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. ആൻഡ്രോയിഡ് ഫോൾഡറിന് ഉള്ളിൽ നിങ്ങൾക്ക് മീഡിയ എന്ന ഫോൾഡർ കാണാനാകും, അത് ഓപ്പൺ ചെയ്യുക. മീഡിയ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കുറച്ച് ഫോൾഡറുകൾ കാണാനാകും. അതിൽ com.whatsapp.w4b എന്ന ഫോൾഡർ കാണാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുൻപ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും വല്ല മിസ്റ്റേക്കും വന്നാൽ ഡാറ്റകൾ നഷ്ടപ്പെടാം. അതുകൊണ്ട് ഡാറ്റകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി com.whatsapp.w4b എന്ന ഈ ഒരു ഫോൾഡറിന്റെ കോപ്പി വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. ഇനി നിങ്ങൾ ഈ com.whatsapp.w4b എന്ന ഫോൾഡറിന്റെ പേര് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ഫോൾഡർ സെലക്ട് ചെയ്ത് റീനെയിം എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ ഫോൾഡറിന്റെ നെയിം com.whatsapp.w4b എന്നാണ്. ഇതിൽ അവസാനം വരുന്ന .w4b എന്നത് ഒഴിവാക്കി com.whatsapp എന്ന് മാത്രമാക്കുക. ഫോൾഡർ നെയിം റീനെയിം ചെയ്തതിന് ശേഷം ഈ com.whatsapp ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ അതിനുള്ളിൽ വാട്സാപ്പ് ബിസിനസ് എന്ന ഈ ഒരു ഫോൾഡർ കാണാം. ഈ വാട്സാപ്പ് ബിസിനസ് എന്ന ഫോൾഡറിന്റെ പേരും മാറ്റേണ്ടതുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് വാട്സാപ്പ് ബിസിനസ് എന്ന പേരിൽ നിന്ന് ബിസിനസ് എന്നത് ഒഴിവാക്കി വാട്സാപ്പ് എന്ന് മാത്രമാക്കുക. ഫോൾഡർ നെയിം റീനെയിം ചെയ്തതിന് ശേഷം ഈ വാട്സാപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. വാട്സാപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ 3 ഫോൾഡറുകൾ ഇതിനുള്ളിൽ കാണാം. അതിൽ ഡാറ്റാബേസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഡാറ്റാബേസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കുറച്ച് ഫയലുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് വാട്സാപ്പ് ബിസിനസിന്റെ ഓരോ ദിവസത്തെയും ബാക്കപ്പ് സേവ് ചെയ്യുന്നത്. ഓരോ ബാക്കപ്പ് ഫയലിന്റെയും ഡേറ്റും ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ നേരത്തെ എടുത്ത ബാക്കപ്പ് മാത്രം നിർത്തി ബാക്കി ഉള്ളത് ഡിലീറ്റ് ചെയ്യുക. ഏത് ബാക്കപ്പ് ഫയലാണോ ഇവിടെ ഡിലീറ്റ് ചെയ്യാതെ വെക്കുന്നത് ആ ബാക്കപ്പ് ഫയലിലുള്ള മെസ്സേജുകളായിരിക്കും റീസ്റ്റോർ ആകുന്നത്. അതുകൊണ്ട് അവസാനത്തെ ബാക്കപ്പ് ഫയൽ ഏതാണെന്ന് നോക്കി ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുക. ഇനി വാട്സാപ്പ് ബിസിനസ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വാട്സാപ്പ് മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഇൻസ്റ്റാൾ ചെയ്ത വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് ചോദിക്കും, അതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പെർമിഷൻ ചോദിക്കും, അതിൽ അലോ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം വെരിഫൈഡ് എന്നതിൽ കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ കോണ്ടാക്റ്റ് ആൻഡ് മീഡിയ ആക്സസ് ചെയ്യുവാനുള്ള പെർമിഷൻ ചോദിക്കും,
ഇവിടെ കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നോട്ട് നൗ എന്ന് കൊടുക്കരുത്. കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ പെർമിഷനുകൾ ചോദിക്കും. അതെല്ലാം അലോ എന്ന് കൊടുക്കുക. അതിനുശേഷം റീസ്റ്റോർ യുവർ ചാറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ വരും. ഇവിടെ റീസ്റ്റോർ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി ചാറ്റുകൾ റീസ്റ്റോർ ആകുന്നത് വരെ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക. റീസ്റ്റോർ കംപ്ലീറ്റ് ആയാൽ ഇതുപോലെ കാണിക്കും. ഇനി നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം പ്രൊഫൈൽ നെയിം എൻ്റർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി വാട്സാപ്പിന്റെ ബാക്കപ്പ് ഗൂഗിൾ സ്റ്റോറേജിലേക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതല്ല ഇനി കൊടുക്കുന്നില്ല എങ്കിൽ നോട്ട് നൗ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് നോട്ട് നൗ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണ്. മുൻപ് എൻ്റെ വാട്സാപ്പ് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന എല്ലാ ചാറ്റുകളും ഇപ്പോൾ വാട്സാപ്പ് മെസ്സഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി വാട്സാപ്പ് ബിസിനസ്സിൽ നിന്ന് വാട്സാപ്പ് മെസ്സഞ്ചറിലേക്ക്, അതായത് സാധാരണ വാട്സാപ്പിലേക്ക് ചാറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തെടുക്കുവാൻ വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.